ബെയ്റൂത്തിൽ നിന്നും ആളുകൾ പലായനം ചെയ്യുന്നത് ഇന്നലെ തന്നെ തുടങ്ങിയിരുന്നു. ഇപ്പോൾ ആളുകളോട് ഒഴിഞ്ഞു പോകാൻ ഇസ്രയേൽ തന്നെ നിർദ്ദേശം നൽകി എന്നുള്ള വിവരം വരികയാണ്. കെ സജീഷ് കൂടിയുണ്ട്. സജീഷ്, ഇപ്പോൾ അമേരിക്ക ഏറ്റവും ഒടുവിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം എന്താണ്? ഇപ്പോൾ ആൾനാശത്തിൽ ഇറാന്റെ കണക്ക് ഇന്നലെ 555 ആയിരുന്നത് ഇന്നിപ്പോൾ 700 കടന്നു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അപ്പോൾ വലിയ കണക്കുകൾ ഇറാനിൽ നിന്നും വരുന്നുണ്ട്. സാധാരണ ജനങ്ങൾ, നിഷ്കളങ്കരായ ജനങ്ങളാണ് മരിച്ചു വീഴുന്നത് എന്നുള്ളതാണ്. അപ്പുറത്ത് അമേരിക്കയും ഇസ്രയേലും ആക്രമണം തുടരുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുക എന്ന ഏറ്റവും നിർണായകമായ നടപടിയിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഇറാനിലെ റവല്യൂഷണറി ഗാർഡാണ് അക്കാര്യം അറിയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾ കത്തിക്കുമെന്ന് കൂടി പറയുകയാണ്. അപ്പോൾ എണ്ണക്കടത്ത് പൂർണ്ണമായും സ്തംഭിക്കുന്ന രീതിയിലേക്ക്, എണ്ണവില ഉയരുന്നതിലേക്ക്, എല്ലാ രാജ്യങ്ങളെയും ബാധിക്കുന്ന രീതിയിലേക്ക്, ലോകത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ബാധിക്കുന്ന രീതിയിലേക്ക് യുദ്ധം മാറുകയാണ്. സജീഷ്, സ്മൃതി, തീർച്ചയായിട്ടും ഏറ്റവും പ്രധാനമായുള്ള ഒരു കാര്യം, യുദ്ധം ഇനിയും നീളും എന്ന സൂചനകൾ തന്നെ അമേരിക്കയും ഇസ്രയേൽ നൽകുകയാണ്. കഠിനമായ ആക്രമണങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇസ്രയേലും അമേരിക്കയും പറയുന്നത്. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് നൽകിയൊരു വിശദീകരണത്തിൽ വലിയ ആക്രമണങ്ങൾക്ക് പെന്റഗൺ പദ്ധതിയിടുന്നതായി വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ തോതിലുള്ള ആക്രമണങ്ങൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. ഇറാന്റെ ഇപ്പോഴത്തെ ഭരണകൂടത്തെ പൂർണ്ണമായും നിർവീര്യമാക്കുന്ന രീതിയിൽ അമേരിക്ക അതിശക്തമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അന്തർദേശീയ മാധ്യമങ്ങളും CNN അടക്കമുള്ള മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്ത പ്രകാരമാണ് എങ്കിൽ അമേരിക്കയും ഇസ്രയേലും ഇനി ലക്ഷ്യമിടുന്നത് ഇസ്രയേലിൻ്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെയായിരിക്കും. നേരത്തെ ആദ്യഘട്ട ആക്രമണത്തിൽ കൂടുതലായും വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ നിർവീര്യമാക്കാനായിരുന്നു ശ്രമിച്ചത്. അത് നിർവീര്യമാക്കാൻ കഴിഞ്ഞു എന്നതാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ഇറാന്റെ കൈവശമുള്ള ബാലിസ്റ്റിക് മിസൈലുകളാണ് പ്രധാനമായും അമേരിക്കയ്ക്ക് ഭീഷണിയാവുന്നത്. അമേരിക്കയുടെ സൈനിക താവളങ്ങളിലേക്ക് ഒട്ടേറെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാൻ കഴിഞ്ഞ 4 ദിവസമായി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ബാലിസ്റ്റിക് മിസൈലുകളുടെ ഉറവിടം കണ്ടെത്തി അവ നശിപ്പിക്കാനാണ് ഈ അമേരിക്കയുടെ തീരുമാനം. ഏതായാലും ഇപ്പോൾ ടെഹ്റാന്റെ വളരെ തന്ത്രപ്രധാനമായ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ ജനങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ അമേരിക്ക അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. എത്രയും വേഗം ഒഴിഞ്ഞു പോകുക, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കഠിനമായ ആക്രമണങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് അമേരിക്ക സന്ദേശത്തിൽ പറയുന്നത്. ഏതായാലും ബെഞ്ചമിൻ നെതാന്യാഹു, ഇസ്രായേലിൻ്റെ ബെഞ്ചമിൻ നെതാന്യാഹുവും ഇപ്പോഴും ഇതേ രീതിയിലുള്ള മുന്നറിയിപ്പ് ഇറാൻ ഭരണകൂടത്തും നൽകിയിട്ടുണ്ട്. അതേസമയം ഇറാൻ അതിശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പിന്മാറ്റത്തിനും തയ്യാറല്ല എന്നാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത്. അവരുടെ വജ്രായുധമായ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുക എന്നൊരു നിലപാടിലേക്ക്, ഒരു നടപടിയിലേക്ക് ഇറാൻ കടന്നിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്ക് അടച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകത്തിൻ്റെ എണ്ണ വിതരണത്തിൻ്റെ 1/5 നടക്കുന്നത് ഇവിടെ വെച്ചാണ്. ഇതുവഴിയാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ പ്രധാനമായും ഏഷ്യയിലേക്ക് എണ്ണ വിതരണത്തിന് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതയാണ് ഹോർമുസ് കടലിടുക്ക്. അവിടെ ഇറാനും ഒമാനുമാണ് തന്ത്രപ്രധാനമായ സ്വാധീനം. അതിൻ്റെ ഹോർമുസ് കടലിടുക്ക് അടയ്ക്കും എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ഏറെക്കുറെ സാധ്യമാവും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഈ സൈനിക പരിശീലനത്തിനായി ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള എണ്ണ വിതരണത്തിൽ നിയന്ത്രണം ഇറാൻ ഏർപ്പെടുത്തിയിരുന്നു. അന്ന് പോലും ആഗോളതലത്തിൽ എണ്ണവില 6% ഉയരുന്ന ഗുരുതരമായ സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അത് പൂർണ്ണമായും അടച്ചിടുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് അത് കനത്ത ആഘാതമായിരിക്കും. അതേസമയം ഇറാന്റെ ഈ അവകാശവാദം അമേരിക്ക തള്ളിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിൽ പതിവ് പോലെ കപ്പലുകൾ നീങ്ങുന്നുണ്ട്. ഒരു തരത്തിലുള്ള എണ്ണ വിതരണത്തിനും എണ്ണ വ്യാപാരത്തിനും തടസ്സം നേരിട്ടില്ല എന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇരു വിഭാഗവും തങ്ങളുടെ അവകാശവാദങ്ങളും ആക്രമണങ്ങളുമായി തുടരുകയാണ്. യുദ്ധം ഇനിയും നീണ്ടുപോകും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ.